വിദേശത്ത് MBBS സെലക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരുപാട് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വേൾഡ് റാങ്കിങ് നോക്കിയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ നല്ല റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഡിസിഷൻ എടുക്കാറുള്ളത്. വളരെയധികം റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളും ചിലപ്പോഴൊക്കെ പെട്ടുപോകുന്നൊരു കാര്യമാണ് വേൾഡ് റാങ്കിൻ്റെ കാര്യത്തിൽ. വേൾഡ് റാങ്കിങ്ങിൻ്റെ കൃത്യമായ വെബ്സൈറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കാതെ ആ കാണുന്ന തെറ്റായ തീരുമാനം എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ റാങ്കിങ് അല്ലാതെ ആ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു സബ്ജക്റ്റിൻ്റെ റാങ്കിങ്ങിൽ അട്രാക്റ്റ് ചെയ്ത് പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വേൾഡ് റാങ്കിങ്ങിനെ കൺസിഡർ ചെയ്യുന്ന, വേൾഡ് റാങ്കിങ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വെബ്സൈറ്റുകൾ എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവേ വിദേശത്ത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണമെങ്കിലും ഇന്ത്യയിൽ കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ഫാക്റ്റുകളിൽ ഒന്നാണ് വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് വേയിൽ ഒരു ക്വാളിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. അപ്പോൾ പല വേൾഡ് റാങ്കിങ് വെബ്സൈറ്റുകളും കൺസിഡർ ചെയ്യുന്ന ഫാക്റ്റുകൾ, അവരുടെ ഇത് തിരഞ്ഞെടുക്കാനുള്ള മെത്തഡോളജികൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വേൾഡ് റാങ്കിങ് എന്ത് മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വേൾഡ് റാങ്കിങ് എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളായിട്ട് അലൈൻ ചെയ്യുന്നതാണോ, അത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കോമൺ സെൻസ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ QS വേൾഡ് റാങ്കിങ് ഉണ്ട്, വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള വേൾഡ് റാങ്കിങ് വെബ്സൈറ്റാണ്. അതുപോലെ നമുക്ക് ടൈംസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ വേൾഡ് റാങ്കിങ് ഉണ്ട്, അതുപോലെ ഷാൻഹായ് വേൾഡ് റാങ്കിങ് ഉണ്ട്. ഇതല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ വെബ് മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേൾഡ് റാങ്കിങ്ങുകളുണ്ട്. അത് വെബ്സൈറ്റിൻ്റെ ട്രാഫിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ഇപ്പോൾ വെബ്സൈറ്റുകളിൽ ട്രാഫിക്ക് വരാൻ ഇൻഡയറക്റ്റ് ഒരുപാട് വഴികളുണ്ട്. ഒരു വെബ്സൈറ്റിൽ കൂടുതൽ ആളുകൾ വന്നു എന്നുള്ളതിനർത്ഥം ആ യൂണിവേഴ്സിറ്റി നല്ലതാണെന്നല്ല. പുതിയ കാലഘട്ടത്തിൽ പല ഷോർട്ട് കട്ട് മെത്തേഡുകളിലൂടെയും നമുക്ക് ആ വെബ്സൈറ്റുകളിലേക്ക് ട്രാഫിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ വേൾഡ് റാങ്കിങ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വേൾഡ് റാങ്കിങ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, ഞാൻ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഇത് കണക്റ്റഡ് ആണോ, അതിന് ഈ വേൾഡ് റാങ്കിങ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോയിലോ ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു വേൾഡ് റാങ്കിങ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ വേൾഡ് റാങ്കിങ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ 160, 200 എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കോഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതൊരു മാനസിക സുഖം മാത്രമേ കിട്ടുള്ളൂ. മറിച്ച് നിങ്ങൾ MBBS കോഴ്സിന് പോകുമ്പോൾ മെഡിക്കൽ റാങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ റാങ്കിങ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതാണ് കൃത്യമായിട്ട് നോക്കേണ്ടത്. സ്പെസിഫിക്കലി മെഡിക്കൽ കോഴ്സാണ് നിങ്ങൾ നോക്കേണ്ടത്. മെഡിക്കൽ കോഴ്സിന് റാങ്കിങ് ഉണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തിരഞ്ഞെടുക്കുന്നത് കൃത്യമാണ്. അതല്ലാതെ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി റാങ്കിങ് നോക്കി ജസ്റ്റ് റീസെൻ്റ്ലി തുടങ്ങിയതായിരിക്കും MBBS. ഇത് ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കൽ ഓരോ വിദ്യാർത്ഥിയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് പല രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും റാങ്കിങ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ പുറകിലുള്ള ഈ ഒരു വശം നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള വേൾഡ് റാങ്കിങ് വെബ്സൈറ്റുകളെ ആശ്രയിക്കുക. അവർ ഏത് മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വേൾഡ് റാങ്കിങ് അനൗൺസ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ കണ്ടെത്തുന്ന കാര്യം തന്നെയാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒപ്പം നമ്മുടെ സബ്ജക്റ്റ്, നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിന് തന്നെയാണോ റാങ്ക് എന്നുള്ളത് ഒന്ന് റീചെക്ക് ചെയ്യുക. എന്നിട്ട് എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് കറക്റ്റാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത് ജസ്റ്റ് ഒരു അട്രാക്റ്റിംഗ് പോയിൻ്റ് മാത്രമായിരിക്കും, നിങ്ങൾക്കത് ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് അത് ഗുണകരമായിരിക്കില്ല. വേൾഡ് റാങ്കിങ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ അറിയുന്ന ആളുകൾക്ക് യൂണിവേഴ്സിറ്റി കണ്ടെത്താനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ്. അതിനകത്ത് ഒരു സംശയമില്ല. വേൾഡ് റാങ്കിങ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കാൻ കഴിയുമെന്നും ഒരു സംശയമല്ല. അപ്പോൾ വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.